പുതിയ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഭരണഘടനയ്ക്ക് അനുസരിച്ച് പ്രവർത്തിക്കണമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ. ആരിഫ് മുഹമ്മദ് ഖാൻ ഇതുവരെ സ്വീകരിച്ചത് ഭരണഘടനാ വിരുദ്ധമായ കാര്യങ്ങളാണെന്നും MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. പ്രതിപക്ഷത്തെക്കാളും പ്രധാനപ്പെട്ട പ്രതിപക്ഷം ഗവർണർ, പിന്നെ എല്ലാ അർത്ഥത്തിലും ജനങ്ങളുടെ സ്വീകാര്യത നേടിയിട്ടുള്ള ഗവർണർ, അങ്ങനെയെല്ലാമുള്ള പ്രയോഗങ്ങളാണ് ഇന്ന് മലയാള പത്രങ്ങൾ, പ്രമുഖ പത്രങ്ങൾ വ്യാഖ്യാനിച്ചത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഗവൺമെൻറ്റുമായിട്ട് തെറ്റുന്നു, ഗവൺമെൻറ്റിൻ്റെ നിലപാടുകൾക്ക് എതിരായി സംഘപരിവാർ അജണ്ട നടപ്പിലാക്കുന്നതാണ് അവരെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട വീരേതിഹാസം രചിച്ച ഗവർണറാക്കി മാറ്റിയത്. ഇത് അങ്ങേയറ്റത്തെ ജനവിരുദ്ധമായ സമീപനമാണ്. കാരണം ഗവർണർ ഭരണഘടനാപരമായിട്ടാണ് പ്രവർത്തിക്കേണ്ടത്, കമ്മ്യൂണിസ്റ്റോ കോൺഗ്രസോ നോക്കിയിട്ടല്ല. ഭരണഘടനാപരമായ രീതിയിൽ പ്രവർത്തിക്കുന്നതിന് പകരം ഭരണഘടനാ വിരുദ്ധമായ നിലപാടുകളാണ് ഗവർണർ സ്വീകരിച്ചത്. പുതിയ ഗവർണർ വന്നിരിക്കുന്നു. ഇപ്പോൾ BJP ആണ് നോമിനേറ്റ് ചെയ്യുന്നത്. പരമ്പരാഗത RSS BJP സംവിധാനത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഗവർണറെ തീരുമാനിക്കുന്നത്. അതുകൊണ്ട് വരുന്ന ഒരു ഗവർണറെ പറ്റി മുൻകൂട്ടി അദ്ദേഹം ഇങ്ങനെയായിരിക്കും അങ്ങനെയായിരിക്കും എന്നൊന്നും പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഭരണഘടനാപരമായി പ്രവർത്തിക്കണം. ഭരണഘടനാപരമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് യോജിച്ച് മുന്നോട്ടേക്ക് പോകുന്നതിന് സാധിക്കേണ്ടിയുണ്ട്. തികച്ചും ശരിയായ നിലയിൽ ഒരു മുൻവിധിയുമില്ലാതെ കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഗവൺമെൻറ് പാസ്സാക്കുന്ന നിയമങ്ങളും നിയമനിർമ്മാണത്തിനാവശ്യമായ സഹായങ്ങളും എല്ലാം ചെയ്തു കൊടുത്തുകൊണ്ട് മുമ്പോട്ടേക്ക് പോകുന്ന ഒരു ഗവർണറെയാണ് ഈ കേരളം മുഴുവൻ ഇതുവരെ കണ്ടത്. അതിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു ഇപ്പോഴത്തുണ്ടായിരുന്ന ഗവർണർ. അത് മാറി ശരിയായ രീതിയിൽ ഭരണഘടനാപരമായ ഉത്തരവാദിത്വം നിർവഹിച്ചു പോകുന്ന ഒരു സമീപനത്തിലേക്ക് ഗവർണർ എത്തണം. ന്യൂസ് ഡെസ്കിൽ നിന്ന് PJ അരുൺ കൂടി ചേരുകയാണ് വാർത്തയുടെ സമഗ്രമായ വിവരങ്ങളുമായി. അരുൺ, ഇപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണർ സ്ഥാനത്ത് നിന്ന് മാറി ബീഹാറിലേക്ക് പോവുകയാണ്. പകരം രാജേന്ദ്ര വിശ്വനാഥ അർലേക്കർ എന്ന പുതിയ ഗവർണർ സംസ്ഥാനത്ത് ചുമതല ഏറ്റെടുക്കാൻ വേണ്ടി വരികയാണ്. ഈ ഘട്ടത്തിലാണ് ആരിഫ് മുഹമ്മദ് ഖാന്റെ കാലഘട്ടത്തെക്കുറിച്ച് CPIM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത്. കാരണം നമുക്കറിയാം, സംസ്ഥാന സർക്കാരുമായി എപ്പോഴും ഒരുപക്ഷെ ഇതുപോലെ മോശം സമീപനം സ്വീകരിച്ച ഒരു ഗവർണർ സമീപകാലത്ത് വേറെ കേരളം കണ്ടിട്ടില്ല എന്നത് വസ്തുതയാണ്. സുപ്രീം കോടതിയിൽ നിന്നടക്കം പലവട്ടം രൂക്ഷമായ വിമർശനങ്ങൾ ഗവർണറുടെ നടപടികൾക്ക് മേൽ അദ്ദേഹത്തിന് കേൾക്കേണ്ടി വന്ന സാഹചര്യം നമ്മുടെ മുൻപിലുണ്ട്. പൂർണ്ണമായും ഭരണഘടനയ്ക്ക് വിരുദ്ധമായ നടപടികളായിരുന്നു ഉണ്ടായിരുന്നത്. ഇനിയിപ്പോൾ പുതിയ ഗവർണർ വരാൻ വേണ്ടി പോവുകയാണ്. ആ ഘട്ടത്തിലാണ് CPIM സംസ്ഥാന സെക്രട്ടറിയുടെ പ്രതികരണം നമ്മുടെ മുൻപിലേക്ക് വന്നിരിക്കുന്നത്. ഈ രണ്ട് ഗവർണർമാരെക്കുറിച്ച്, അതായത് ഇനി പുതിയ വരാൻ പോകുന്ന രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറെക്കുറിച്ചും ഒപ്പം തന്നെ ആരിഫ് മുഹമ്മദ് ഖാനെക്കുറിച്ചും അദ്ദേഹം ഏത് രീതിയിലാണ് വിലയിരുത്തിയത്? മനു, MV ഗോവിന്ദൻ മാസ്റ്റർ ഇന്ന് രാവിലെ കണ്ണൂരായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണം നടത്തിയത്. ഇപ്പോൾ സ്ഥാനമൊഴിയുന്ന ആരിഫ് മുഹമ്മദ് ഖാനെതിരെ രൂക്ഷമായ ഒരു വിമർശനം ഉയർത്തുന്നതിനോടൊപ്പം തന്നെ പുതുതായി ചുമതലയേൽക്കുന്ന രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറിന് ഒരു മുന്നറിയിപ്പ് കൂടി CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ നൽകുന്നുണ്ട്. കാരണം നമുക്കറിയാം, കഴിഞ്ഞ വർഷങ്ങളായി ഈ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറയുന്ന കേരള ഗവർണർ 5 വർഷത്തോളം കേരളത്തിൻ്റെ ഗവർണറായി പ്രവർത്തിച്ചിരുന്നു. പക്ഷേ അക്കാലങ്ങളിലൊക്കെയും വലിയ രീതിയിലുള്ള ഒരു ഗവൺമെൻറ്റിനെതിരെയുള്ള LDF സർക്കാരിനെതിരെ, പിണറായി സർക്കാരിനെതിരെ വലിയ രീതിയിലുള്ള ഒരു കടന്നാക്രമണം, അല്ലെങ്കിൽ സർക്കാർ പൂർത്തിയാക്കുന്ന അല്ലെങ്കിൽ സർക്കാർ പാസ്സാക്കുന്ന ബില്ലുകൾ ചെറിയ ചെറിയ കാരണങ്ങൾ പറഞ്ഞ്, സാങ്കേതിക തടസ്സങ്ങൾ പറഞ്ഞ് തടഞ്ഞു വയ്ക്കുന്ന ഒരു നിലപാടിലേക്ക് ഗവർണർ മുന്നോട്ട് പോയിരുന്നു. ഈ ഒരു നിലപാടിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു നയമായിരിക്കണം പുതിയ ഗവർണറായി കടന്നു വരുന്ന രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ സ്വീകരിക്കേണ്ടത് എന്നുള്ള ഒരു മുന്നറിയിപ്പാണ് MV ഗോവിന്ദൻ മാസ്റ്റർ നൽകിയത്. കാരണം അതായത് ഭരണഘടനയ്ക്ക് അനുസരിച്ച് പുതിയ ഗവർണർ പ്രവർത്തിക്കണം, അതാണ് ഒരു ജനാധിപത്യ മര്യാദ എന്ന് പറഞ്ഞു വെക്കുകയാണ് CPIM സംസ്ഥാന സെക്രട്ടറി, അല്ലേ?
തീർച്ചയായും മനു, നമ്മുടെ രാജ്യം ഒരു ജനാധിപത്യ രാഷ്ട്രമാണ്. ഗവർണർ എന്ന് പറയുന്നത് ഒരു ഭരണകർത്താവ് ആണെങ്കിൽ പോലും, ഭരണ സംവിധാനത്തിൻ്റെ ഭാഗമാണെങ്കിൽ പോലും, ഒരു ഫെഡറൽ സംവിധാനത്തിൻ്റെ അകത്ത് നിന്ന് സംസ്ഥാന സർക്കാർ പാസ്സാക്കുന്ന ബില്ലുകളിൽ അനാവശ്യമായ കാരണങ്ങൾ പറഞ്ഞ് പലപ്പോഴും തടഞ്ഞു വയ്ക്കുന്ന ഒരു നിലപാടിലേക്ക് മുൻ ഗവർണർ, സ്ഥാനമൊഴിയുന്ന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പോയിട്ടുണ്ട്. എന്തായാലും ഈ ഒരു നിലപാടിൽ നിന്ന് വ്യത്യസ്തമായി ചിന്തിക്കുന്ന, അല്ലെങ്കിൽ ആ ഒരു നിലപാടെടുക്കുന്ന ഗവർണർ ആയിരിക്കണം എന്നുള്ള ഒരു അറിയിപ്പാണ് ഗോവിന്ദ മാസ്റ്റർ നൽകുന്നത്. കാരണം ഇപ്പോൾ പുതുതായി സ്ഥാനമേൽക്കാൻ ഒരുങ്ങുന്ന രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ എന്ന് പറയുന്ന വ്യക്തി RSSന്റെ പ്രധാനപ്പെട്ട വ്യക്തിയാണ്. ഈ ആരിഫ് മുഹമ്മദ് ഖാൻ പിന്തുടർന്ന, മുൻഗാമിയായ ആരിഫ് മുഹമ്മദ് ഖാൻ പിന്തുടർന്ന അതേ നയം തന്നെയായിരിക്കും അർലേക്കർ തുടരുക എന്നുള്ള ഒരു ആശങ്ക കേരള സംസ്ഥാനത്തിനുണ്ട്. അല്ലെങ്കിൽ ഫെഡറൽ സംവിധാനം പിന്തുടരുന്ന ഏതൊരു സംസ്ഥാനത്തിനും ഉണ്ടായിരിക്കും. കാരണം 5ഓളം സംസ്ഥാനങ്ങളുടെ ഗവർണർമാരെയാണ് ഇപ്പോൾ മാറ്റി നിയമനം നൽകിയത്. ഇവിടെ കേരള ഗവർണറായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാനെ ബീഹാറിൽ സേവനം അനുഷ്ഠിച്ചിരുന്ന അർലേക്കറിനെ കേരളത്തിലേക്കും നിയമിക്കുകയാണ് ഉണ്ടായത്. RSSന്റെ കടുത്ത അനുഭാവിയാണ് ഈ അർലേക്കർ എന്ന് പറയുന്നത്. മുമ്പ് തന്നെ മഹാത്മാഗാന്ധിക്കെതിരെയും സ്വാതന്ത്ര്യ സമര ചരിത്രത്തെയും വളരെ രൂക്ഷമായി പ്രതികൂലമായി വിമർശിച്ച ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ് ഈ അർലേക്കർ എന്ന് പറയുന്നത്. കാരണം ആയുധങ്ങളിലൂടെ നേടിയെടുത്തതാണ് സ്വാതന്ത്ര്യ സമരവും. പിന്നെ അതേപോലെ ഗാന്ധിജി ഒറ്റയ്ക്ക് നേടിയെടുത്തതല്ല, അല്ലെങ്കിൽ ഗാന്ധിജി രൂക്ഷമായി വിമർശിച്ച ഒരു വ്യക്തിയായിരുന്നു അർലേക്കർ. അപ്പോൾ ഈ പിടിച്ചതിനേക്കാൾ ഉള്ളിലുള്ളത് ഇനി മാളത്തിനകത്ത് ഇരിപ്പുണ്ടോ എന്നുള്ള ഒരു തലത്തിലേക്കാണ് ഈ അർലേക്കറിന്റെ കടന്നുവരവിനെ ജനാധിപത്യ സമൂഹം നോക്കി കാണുന്നത്. കാരണം ശരി, നമുക്ക് നോക്കാം എന്തായാലും എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. ആരിഫ് മുഹമ്മദ് ഖാനിൽ നിന്ന് എന്ത് വ്യത്യാസമാകും രാജേന്ദ്ര വിശ്വനാഥ അർലേക്കർക്ക് ഉണ്ടാകാൻ പോകുന്നത് എന്നത് കാത്തിരുന്ന് കാണേണ്ടത് തന്നെയാണ്. കാരണം രണ്ടുപേരും സംഘപരിവാറിന്റെ ആശയങ്ങൾ ഏറ്റവും ശക്തമായ രീതിയിൽ പിന്തുടരുന്ന രണ്ട് വ്യക്തികൾ കൂടിയാണ്. ആ രീതിയിലാണ് സ്വാഭാവികമായി, അതുകൊണ്ട് തന്നെയാണ് ഗവർണർ സ്ഥാനത്തേക്കൊക്കെ അവർ വരികയും ചെയ്യുന്നത്. ഏതായാലും CPIMന്റെ സംസ്ഥാന സെക്രട്ടറി പാർട്ടിയുടെ കാഴ്ചപ്പാട് പറയുകയായിരുന്നു. ഒരു ഗവർണർ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്, ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഗവർണർ റോള് ഭരണഘടനാപരമായി എങ്ങനെയാണെന്ന് കൃത്യമായി എഴുതി വച്ചിട്ടുണ്ട്. അതിനനുസരിച്ച് പുതിയ ഗവർണർ പ്രവർത്തിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നാണ് CPIM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത്. ഒപ്പം തന്നെ കഴിഞ്ഞ ഗവർണറായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാന്റെ ഭരണഘടനാ വിരുദ്ധമായ ഇടപെടലുകളെക്കുറിച്ചും, അങ്ങനെ ഇടപെടൽ നടത്തിയതിൻ്റെ പേരിൽ, സംസ്ഥാന സർക്കാരിനെ വിമർശിച്ചതിൻ്റെ മാത്രം പേരിൽ അദ്ദേഹത്തെ വീരനായകനാക്കുന്ന മാധ്യമങ്ങളെക്കുറിച്ചുമാണ് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ സംസാരിച്ചത്. വിവരങ്ങളാണ് അരുൺ നൽകിയത്.